PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കൂടിയാലോചന നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയാണ്. മുതിർന്ന നേതാക്കളുമായാണ് ആശയവിനിമയം നടത്തുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശ് നിലമ്പൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതേസമയം അൻവർ നിലമ്പൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കരുത് എന്നതാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. UDF പറയുന്ന കാര്യങ്ങളും അൻവർ പറയുന്നതും സമാനമാണെന്ന് PM സലാം അഭിപ്രായപ്പെട്ടിരുന്നു. അൻവറിനെ UDFൽ അസോസിയേറ്റ് കക്ഷിയാക്കാനാണ് തീരുമാനിച്ചത് എന്നും PM സലാം വെളിപ്പെടുത്തുന്നുണ്ട്. ഇടത് സർക്കാരിന്റെ നയങ്ങളെ എതിർക്കുന്നവർ ഒരുമിക്കണമെന്നും വികസന വിരുദ്ധതയെ തുറന്നു കാണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരുമിച്ച് പോകേണ്ട സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോകണം. അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നുണ്ടായ അവഗണനകൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂർ മുൻ MLAയുമായ PV അൻവർ. VD സതീശൻ ചെളിവാരി എറിഞ്ഞത് ദയാവധത്തിന് വിട്ടുവെന്ന് PV അൻവർ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ താൻ അധിക പ്രസംഗിയാണ്. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി താൻ കാല് പിടിക്കാനില്ല. പാലക്കാട്, ചേലക്കര തെരഞ്ഞെടുപ്പുകളിൽ UDFന് പിന്തുണ കൊടുത്തുവെങ്കിലും തന്നെ അവഗണിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവായ PV അൻവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച സ്ഥാനാർത്ഥിയോട് UDF നേതൃത്വം നന്ദി പോലും പറഞ്ഞില്ല. TMC നിർത്തിയിരുന്ന സ്ഥാനാർത്ഥി അപമാനിതനായി എന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വയനാട് UDFന് നിരുപാധിക പിന്തുണ കൊടുക്കുകയും അതേസമയം തന്നെ പനമരം പഞ്ചായത്ത് LDFൽ നിന്ന് മറിച്ച് UDFന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ചുങ്കത്തറ പഞ്ചായത്തും UDFലേക്ക് എത്തിച്ചു. മുന്നണി പ്രവേശനത്തിന് UDF കത്ത് കൊടുത്തിട്ട് 4 മാസമായി. ഈ മാസം 2-ന് പ്രവേശന ചുമതല UDF സതീശന് നൽകി. പിന്നീട് ഒരു മറുപടിയുമില്ല. ഈ മാസം 15-ന് VD സതീശൻ 2 ദിവസത്തിനകം മറുപടി പറയാമെന്നും പറഞ്ഞു. ഒന്നും നടന്നില്ല. ഇതായിരുന്നു അൻവറിന്റെ വാക്കുകൾ. ഞാൻ രാജിവെച്ചത് പിണറായി ഭരണത്തിന് അന്ത്യം കൊടുക്കാനാണ് എന്നും അതിന് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി ആകേണ്ട മത്സരിക്കേണ്ടതെന്നും അൻവർ ചോദിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ട് ഒരു വോട്ടും പോകരുതെന്നും ഇപ്പോൾ UDF നിർത്തിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇനി ചർച്ചയ്ക്കില്ല എന്നും താൻ അധിക പ്രസംഗം നടത്തിയെന്നാണ് പറയുന്നതെന്നും എവിടെയാണ് അധിക പ്രസംഗം നടത്തിയതെന്നും അൻവർ ചോദിക്കുന്നുണ്ട്. വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ഇറക്കിയ എന്റെ നേരെ ചെളിവാരി എറിയുകയും ചെയ്തു എന്നാണ് അൻവർ പറയുന്നത്. മാത്രമല്ല എന്താണ് താൻ ചെയ്ത തെറ്റ് എന്നും അൻവർ ചോദിക്കുന്നുണ്ട്. എന്നെ എന്തിന് ദയാവധത്തിന് വിട്ടിരിക്കുന്നു കോൺഗ്രസ് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അധികാരമോഹമുണ്ടെങ്കിൽ താൻ MLA സ്ഥാനം രാജിവെക്കില്ലായിരുന്നുവെന്നും അൻവർ പറഞ്ഞു. ഇനി തന്റെ പ്രതീക്ഷ KC വേണുഗോപാലിലാണെന്നും അദ്ദേഹവുമായി സംസാരിക്കുമെന്നും അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും KC വേണുഗോപാലിൽ പ്രതീക്ഷയുണ്ട് എന്നുമാണ് അൻവർ പറയുന്നത്. KC വേണുഗോപാലിന് നല്ല നേതൃത്വ ശേഷിയുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം നിസ്സഹായരാണ്. രമേശ് ചെന്നിത്തല നിരന്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. TMC സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രചാരണത്തിന് വരുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പ്രചാരണത്തിന് 10 മന്ത്രിമാരെ തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാണം കെട്ട തീരുമാനത്തിന് പോകേണ്ട എന്നാണ് നേതൃത്വം പറഞ്ഞതെന്നും നോമിനേഷൻ കൊടുക്കാനും TMC നേതൃത്വം പറഞ്ഞിട്ടുണ്ട് എന്നും PV അൻവർ പറയുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് എങ്ങനെ സ്ഥാനാർത്ഥിയായെന്ന് തനിക്കറിയാമെന്നും അത് ഇപ്പോൾ പറയുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിൽ പൂർണ്ണമായി കുറ്റക്കാരനാണെന്നും അഭിപ്രായമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സതീശനെ കുഴിയിൽ ചാടിച്ച ചിലർ ഉണ്ട് എന്നും PV അൻവർ വ്യക്തമാക്കുന്നുണ്ട്. കത്രിക പൂട്ടിട്ട് പൂട്ടാൻ നോക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും തനിക്ക് വേണ്ടി ഇപ്പോൾ ഇടപെട്ടു. തന്നെ UDFലേക്ക് ക്ഷണിച്ചത് അവർ ഇരുവരുമാണ്. എന്നാൽ VD സതീശനടക്കം മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷയെന്നുമാണ് അൻവർ ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നത്. UDFന് കത്ത് നൽകിയിട്ട് 4 മാസമായി എന്നും PV അൻവർ പറയുന്നുണ്ട്. ഈ മാസം 2-ന് UDF യോഗം ചേർന്നു. UDF കൺവീനർ MM ഹസൻ പത്രസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ തീരുമാനിക്കാൻ VD സതീശനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2 ദിവസം കൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. അതിനുശേഷം VDയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. ഈ മാസം 15-ന് VDയുമായി ചർച്ച നടത്തിയിരുന്നു. 2 ദിവസം കൊണ്ട് പ്രഖ്യാപനം നടത്തുമെന്ന് VD ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല എന്നും PV അൻവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. സർക്കാരിനെ താഴെയിറക്കുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അൻവറിന്റെ മുന്നോട്ട് പോക്ക്. മുന്നണി ആക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചതുമാണ്. എന്നിട്ടും ഇതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള തീരുമാനവുമായിട്ടില്ല എന്നും VD സതീശന് മേൽ പഴിചാരാതെ തന്നെ പഴിചാരുന്നുണ്ട് PV അൻവർ. അതേസമയം തന്നെ KC വേണുഗോപാലിന് നേതൃത്വ പാഠവുമുണ്ട് എന്ന് പോലും അൻവർ കൃത്യമായി പറയുന്ന സാഹചര്യമാണ്. ഇവയെല്ലാം തന്നെ UDFനുള്ളിൽ വലിയ തരത്തിലുള്ള ഒരു ഭിന്നിപ്പിലേക്കും UDFനുള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചയിലേക്കും നയിക്കുന്ന കാര്യങ്ങളാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് PV അൻവർ ഇപ്പോഴും വലിയ തരത്തിലുള്ള അനിശ്ചിതത്വവും പ്രതിസന്ധിയും സൃഷ്ടിക്കുക തന്നെയാണ്.